ഞാൻ കേട്ടിട്ടുണ്ട് വിവോയുടെ സർവീസ് സെൻ്റർ അടിപൊളിയാണ്, സർവീസൊക്കെ നല്ല രീതിക്ക് ചെയ്തു തരും, വേറെ ഇഷ്യൂ ഒന്നുമില്ല, പക്കയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ സർവീസ് സെൻ്ററിൽ പോകുന്നത്. പക്ഷേ UV ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടില്ല. ഈ സ്മാർട്ട് ഫോൺ മാത്രമാണ് പ്രശ്നം. എൻ്റെ വീട്ടിൽ വേറെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ തമിഴിൽ കണ്ട പോലെ തന്നെ ഞാൻ വിവോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺ വാങ്ങി യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കുറച്ച് ഇഷ്യൂസും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒഫീഷ്യൽ സർവീസ് സെൻ്റർ വിസിറ്റ് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം പുതിയൊരു ചാനലാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്ക് പ്രചോദനം. അതുകൊണ്ട് അതൊന്ന് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ സന്തോഷം. അപ്പോൾ ഒട്ടും വൈകേണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു 5 മാസം മുൻപ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2025 ഫെബ്രുവരി മാസം 5-ാം തീയതി ഒരു സ്മാർട്ട് ഫോൺ, അതായത് വിവോയുടെ V40 എന്ന് പറയുന്ന ഒരു മോഡൽ ഞാൻ എടുത്തത് ഓഫ്ലൈനായിട്ടാണ്, ഓൺലൈനായിട്ടല്ല. കാരണം 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എനിക്ക് EMI ആയിട്ട് വേണം ഫോൺ എടുക്കാൻ. 2, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണം ഈ ഫോൺ എടുക്കാൻ. ഈ 2 കാര്യങ്ങൾക്കും ഓഫ്ലൈനാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഹോം ടൗണിൽ തന്നെയുള്ള അത്യാവശ്യം നല്ല റെപ്യൂട്ടഡുള്ള ഒരു സ്റ്റോറിൽ പോയിട്ട് സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കളറല്ല കിട്ടിയത്. അവിടെ ആകെ ഒരേ ഒരു കളർ ഉണ്ടായിരുന്നുള്ളൂ, പിങ്ക് ഷെയ്ഡിലൊരു കളർ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്മാർട്ട് ഫോൺ എടുത്ത സമയത്ത് നമ്മളൊരു പുതിയ ഫോൺ എടുക്കുമ്പോൾ എന്താ ചെയ്യുക, ഒരു കവർ ഓർഡർ ചെയ്യും, ഒരു ഗ്ലാസ് ഒട്ടിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഒട്ടിച്ചത് ഒരു UV ഗ്ലാസ് ആയിരുന്നു. അതെന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് കുറച്ച് മനസ്സിലാവും. വീട്ടിൽ വന്നു, ഒരു 2 ദിവസം ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്തു. അതിന് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അറിയാമല്ലോ, കൂടുതലും നമ്മൾ ഇയർബഡ് അല്ലെങ്കിൽ നെക്ക് ബാൻഡൊക്കെ ഉപയോഗിക്കുക ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട്. അങ്ങനെ ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് എൻ്റെ വീട്ടിൽ വൈഫൈ ആണ്, ഞാൻ മൊബൈൽ ഡാറ്റ അങ്ങനെ ഉപയോഗിക്കാറില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ മൊബൈൽ ഡാറ്റ അങ്ങനെ വളരെ റെയറായിട്ട് യൂസ് ചെയ്യാറുള്ളൂ, കൂടുതലും വൈഫൈ ആണ്. അപ്പോൾ വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫൈയിൽ നമ്മൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ട്, അതായത് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ഒരേ സമയത്ത് ഓൺ ആയിരിക്കുന്ന സമയത്ത് വൈഫൈ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആവും, തന്നെ ഡിസ്കണക്റ്റ് ആവും. മാത്രമല്ല, എൻ്റെ വീട്ടിൽ അത്യാവശ്യം സ്പീഡുള്ള വൈഫൈ ആണ്, പക്ഷേ 100 kbps പോലും കിട്ടാത്ത അവസ്ഥ. അതായത് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് വൈഫൈ ഉപയോഗിക്കുന്ന സമയത്ത്. മൊബൈൽ ഡാറ്റയ്ക്ക് ആ പ്രശ്നമില്ല, മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് ബ്ലൂടൂത്ത് ഓൺ ചെയ്താലും ഒരു പ്രശ്നമില്ല, അത് സ്പീഡ് അഫക്റ്റ് ചെയ്യില്ല, ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആവുന്ന പ്രശ്നമൊന്നുമില്ല. വൈഫൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ മാത്രമാണ് പ്രശ്നം. എൻ്റെ വീട്ടിൽ വേറെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഇതിനു വേണ്ടി മാത്രമാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ സർവീസ് സെൻ്ററിൽ പോകാതെ നമ്മൾ ഈ ഫോൺ വാങ്ങിയ ഷോപ്പിലേക്ക് പോയി. കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. വീടിൻ്റെ അടുത്തുമാണ്. അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കുറച്ച് നാളത്തേക്ക് വെയിറ്റ് ചെയ്യും, ഉടനെ അപ്ഡേറ്റ് വരും. കാരണം ഫോൺ വാങ്ങിയ സമയത്ത് Android 14 ആയിരുന്നു. അപ്പോൾ ഉടനെ 15 ഇറങ്ങും. ആ അപ്ഡേറ്റ് ഇറങ്ങിയിട്ടൊന്ന് ചെയ്ത് നോക്ക്, റെഡി ആവേണ്ടതാണ്. കാരണം സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഓക്കെ, സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയിരിക്കണം. ഈ 2 ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വന്ന സമയത്ത് പിന്നെയും ഒരു ഇഷ്യൂ കൂടെ വന്നു. എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻസ് വരുമല്ലോ. അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സെൻഡ് ചെയ്തിട്ട് ഇവിടെ സ്ക്രീനിൻ്റെ അടിയിൽ സെൻഡ് എന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീൽ നമ്മൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ സെൻഡ് എന്ന് കാണിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സെൻഡ് എന്ന് കാണിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ മെസ്സഞ്ചറിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ആ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പോവില്ല. അത് അങ്ങനെ ഒരു 1/4 മണിക്കൂർ സ്ക്രീനിൽ നിൽക്കും. നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഫോൺ അൺലോക്ക് ചെയ്യണമെങ്കിലും പോവില്ല, സ്ക്രീൻ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയാലും പോവില്ല, അങ്ങനെ നിൽക്കും. അങ്ങനെ ഈ ഇഷ്യൂ കൂടെ നോട്ടീസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിപ്പോയി. ഏകദേശം ഒരാഴ്ചത്തോളം ഞാൻ ബിസി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സർവീസ് സെൻറ്ററിൽ പോകുന്നത് നമ്മളെ എടപ്പള്ളിയിലുള്ള സർവീസ് സെൻറ്ററിലാണ് പോകുന്നത്, വിവോയുടെ ഒഫീഷ്യൽ സർവീസ് സെൻറ്ററിൽ. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് വിവോയുടെ സർവീസ് സെൻറ്റർ അടിപൊളിയാണ്, സർവീസൊക്കെ നല്ല രീതിക്ക് ചെയ്തു തരും, വേറെ ഇഷ്യൂ ഒന്നുമില്ല, പക്കയാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകുന്നത്. പക്ഷേ വേറൊരു ടെൻഷൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ UV ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം ഞാൻ പലയിടത്തുനിന്നും കേട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങാനും ഇത് പറഞ്ഞിട്ട് ഒരു വാറണ്ടി തന്നില്ലെങ്കിലോ. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറി. നമ്മൾ സർവീസ് സെൻറ്ററിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് നമുക്ക് നമ്മളെ സാറിന്ന് വിളിച്ച് വെൽക്കം ചെയ്യുന്നു. സാർ ഇവിടെ ഇരിക്കൂ സാർ, ടോക്കൺ എടുത്തിട്ട് വരൂ സാർ. ഞാൻ ടോക്കൺ എടുത്തു. ഉടനെ എന്നെ വിളിച്ചു. എന്താണ് ഇഷ്യൂ എന്ന് വെച്ചു. ഞാൻ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അവർ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ നോക്കുമ്പോൾ നമുക്ക് ചായ വരുന്നു, ചായ കോഫി രണ്ടും അവിടെ മെഷീനിലുണ്ട്. പിന്നെ ബിസ്ക്കറ്റ് വരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് വരുന്നു. പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് മറ്റേ എന്താണ് അതിൻ്റെ പേര്, രാവണംകോട്ടയും ഗോളങ്ങളോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു ഗെയിമില്ലേ, ആ ബോർഡ് കളിക്കാൻ തരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതെന്ത് യൂണിവേഴ്സിനുള്ള മൈൻഡിലാണെങ്കിൽ എനിക്ക് ഇതൊക്കെ എവിടെ നടക്കുന്നത്. നമ്മൾ കേട്ടേക്കുന്ന എക്സ്പീരിയൻസ് ഒന്നും ഇങ്ങനെയല്ല. സർവീസ് സെൻറ്ററിനെ കുറിച്ച് നമ്മൾ പല മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ സർവീസ് സെൻറ്ററിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ആദ്യമാണ്. അപ്പം ഞാൻ ഇതെന്താ സംഭവം, ഇതെന്താ സംഭവിക്കണമെന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്.
അങ്ങനെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നമുക്ക് സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്ത് നോക്കാം, ശരിയാവേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ ഡാറ്റ കുറേ പോവും, ഒന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഡാറ്റ ഒന്നും അങ്ങനെ അത്ര ആയിട്ടില്ലല്ലോ യൂസ് ചെയ്ത്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം സോഫ്റ്റ്വെയർ ചെയ്തു. ഒരു 3/4 മണിക്കൂർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഫോൺ തന്നു, ഞാൻ ക്ലിയർ ആയത് എല്ലാം ശരിയായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ ശരിയായിട്ടുണ്ട്. അവരുടെ എല്ലാം വൈഫൈയിൽ കണക്ട് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല. ബ്ലൂടൂത്ത് ഇയർഫോൺ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് കണക്ട് ചെയ്ത് നോക്കി, ഇഷ്യൂ ഒന്നുമില്ല. മറ്റേ നോട്ടിഫിക്കേഷൻ വരുന്ന ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ തുടങ്ങി ഈ ഇഷ്യൂ പിന്നെ വരാൻ തുടങ്ങി, അതായത് ഈ 2 ഇഷ്യൂ. അപ്പം ഞാൻ ആകപ്പാടെ വല്ലാതായി. നമ്മൾ കാരണം ആഗ്രഹിച്ചൊരു സ്മാർട്ട് ഫോൺ എടുത്തതാണ് EMI ഒക്കെ ഇട്ടിട്ട്. മാത്രമല്ല ഞാൻ വിവോയുടെ സ്മാർട്ട് ഫോൺ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഞാൻ പിന്നെ അവരെ വിളിച്ചു പറഞ്ഞു കൊണ്ടുവരൂ സാർ. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. ഞാൻ പറഞ്ഞു അത്യാവശ്യം ദൂരമുണ്ട്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരണം, ഇത് 2ാമത്തെ തവണ ഞാൻ വരാൻ പോകുന്നു പറഞ്ഞു. ഓക്കെ സാർ കുഴപ്പമില്ല, വരൂ, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂട്ടിയിട്ടാണ് പോയത്. അങ്ങനെ പോയി അവർ വീണ്ടും ചെക്ക് ചെയ്തു, സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് ചെയ്തോ, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവർ സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അവർ സോഫ്റ്റ്വെയർ പിന്നെയും ഫ്ലാഷ് ചെയ്തു. അവർ എന്നെ കുറച്ച് നേരം ചെക്ക് ചെയ്തു, അവർ എന്നെ കയ്യിൽ വെച്ച് കുറേ നേരം ചെക്ക് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇഷ്യൂ വരുന്നുണ്ട് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് ഞാൻ വരുന്നത്, എനിക്ക് ഇതെന്തായാലും ഇഷ്യൂ ക്ലിയർ ചെയ്ത് തരണം, കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ വരാൻ പറ്റില്ല. ഓക്കെ അപ്പോൾ ഒന്ന് ആലോചിക്കട്ടെ, വെയിറ്റ് ചെയ്യൂ സാർ എന്ന് പറഞ്ഞു. അവർ പോയിട്ട് അകത്ത് വന്നിട്ട് പറഞ്ഞു, സാർ എന്തായാലും ഇത് 2 പ്രാവശ്യം സാർ വന്നു, ഇത് ഇഷ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സാറിന് പുതിയൊരു സ്മാർട്ട് ഫോൺ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ ഒരിക്കലും എനിക്ക് പുതിയ സ്മാർട്ട് ഫോൺ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ ഇങ്ങോട്ട് ഓഫർ ചെയ്തു പുതിയ സ്മാർട്ട് ഫോൺ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എനിക്ക് ലഡ്ഡു പൊട്ടി. ഓക്കെ എന്നാൽ ഓക്കെ, ഏറ്റവും നല്ല ഓപ്ഷൻ അതാണല്ലോ, എനിക്കും ഇതാണ്, ഓക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു എന്നോട് ഏത് കളർ വേണം, ഈ കളറിന് മതി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളൊരു കളറുണ്ട്, ഗ്രേ കളർ, എനിക്ക് അതായിരുന്നു ഇഷ്ടം. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ എനിക്ക് ആ കളർ വേണം, സെയിം സ്റ്റോറേജ് വേരിയൻ്റ് തന്നെ എന്ന് പറഞ്ഞു. ഓക്കെ സാർ, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു, വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രാവിലെ ഒരു കോൾ വന്നു, സാർ സ്മാർട്ട് ഫോൺ വന്നിട്ടുണ്ട്, പോന്നോളൂ, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെല്ലുന്നു, ഈ സ്മാർട്ട് ഫോൺ കൊടുക്കുന്നു. എനിക്ക് അവർ എല്ലാ ഇതും ചെയ്തു തന്നു, പുതിയൊരു കവറും തന്നു. അപ്പോൾ അവർ എനിക്കൊരു ഒരു പേപ്പർ തന്നു, ഒരു ഫോം തന്നു. സാർ ഇതിലൊന്ന് ഒപ്പിടണം, റീപ്ലേസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ്, അപ്പോൾ ഒപ്പിടണം, കംപ്ലയിൻ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒപ്പിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അവരെനിക്ക് പുതിയ സ്മാർട്ട് ഫോൺ കാണിച്ചു തന്നു. ഇതിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇഷ്യൂ ഒന്നുമില്ല. അവർ പുതിയ സ്മാർട്ട് ഫോൺ എനിക്ക് തന്നു, പഴയ ബോക്സിലേക്ക് വെച്ച് തന്നു അവർ. ഇതായിരുന്നു എനിക്ക് വിവോയുടെ സർവീസ് സെൻ്ററിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ അടുത്ത് അവർ റേറ്റിംഗ് ചെയ്യാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തു. കാരണം എനിക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. പിന്നെ ഞാൻ എന്തിന് റേറ്റിംഗ് കൊടുക്കാതിരിക്കണം, ഞാൻ 5 സ്റ്റാർ തന്നെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, സാർ ആരെങ്കിലുമൊക്കെ സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ട് സാറിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിവോ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എൻ്റെ 2 ഫ്രണ്ട്സ് സ്മാർട്ട് ഫോൺ എടുക്കാനായിട്ട് ചോദിച്ചപ്പോൾ ഞാൻ അവർക്ക് വിവോ ആണ് റെക്കമെൻഡ് ചെയ്തത്. അവർ 2 പേരും ഇപ്പോൾ വിവോ ആണ് ഉപയോഗിക്കുന്നത്. 2 പേരും സന്തോഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ തന്നെ. ഞാൻ ആ സർവീസ് സെൻ്ററിൽ നിന്ന് ആലോചിച്ചു, ദൈവമേ എന്തുകൊണ്ട് ഞാൻ വിവോയുടെ ഒരു സ്മാർട്ട് ഫോൺ ഇതുവരെ ഉപയോഗിച്ചില്ല. കാരണം ഞാൻ പല ബ്രാൻഡിൻ്റെയും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, പല സർവീസ് സെൻ്ററിൽ ഞാൻ കയറിയിട്ടുണ്ട് പല കാര്യത്തിന് വേണ്ടിയിട്ട്. എന്നെ ആയിട്ട് വലിപ്പിച്ചിട്ടുള്ള ബ്രാൻഡുകളുണ്ട്, എന്നെ കയറി ഇറങ്ങി നടത്തിച്ചിട്ടുള്ള സർവീസ് സെൻ്ററുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ പല യൂട്യൂബേഴ്സും വിവോയുടെ സർവീസ് സെൻ്ററിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തത് ഇവർക്കൊക്കെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർ എന്തായാലും ഇവരായിട്ടുള്ള കൊളാബായിരിക്കും, അവർക്ക് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവരൊരു സാധാരണക്കാരെ പോലും ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര അപ്രീഷ്യബിൾ ആണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളത്. നമ്മൾ സാധാരണക്കാരാണ്, അവർക്ക് എനിക്ക് നല്ല സർവീസ് തന്നുകൊണ്ട് അവർക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡിനും കംപ്ലയിൻറ്റുകൾ പറയുന്നുണ്ട്. എന്താ പറയുക, ലൈൻ വീഴുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആവുക, മദർ ബോർഡ് അടിച്ചു പോവുക, അങ്ങനെ കുറേ ഇഷ്യൂസ് മിക്ക ബ്രാൻഡിനും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിനും അങ്ങനെ ഇഷ്യൂ ഉണ്ട്. സർവീസ് ഇഷ്യൂവും പലരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിവോ ആണ് ഏറ്റവും സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന ബ്രാൻഡ്. ഇപ്പോൾ ഐക്യുവിന് പലരും ഇഷ്യൂസ് പറയുന്നുണ്ട്, കാരണം ക്യാമറയിൽ ഫോഗ് വരുന്ന ഇഷ്യൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് തോന്നുന്നു ലൈൻ വരുന്ന കാര്യമൊന്നും ആരും പറഞ്ഞിട്ടില്ല, ഡിസ്പ്ലേയിൽ ലൈൻ വീഴുക, അങ്ങനെ ഒരു ഇഷ്യൂസ് വിവോന് ഞാൻ പറഞ്ഞു ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് സർവീസ് സെൻ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. ഞാൻ എനിക്കെൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, ഐക്യു വിവോൻ്റെ സർവീസ് സെൻ്ററിൽ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതും നല്ല സർവീസ് തന്നെയാണ് കിട്ടുന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ വിവോയുടെ സ്മാർട്ട് ഫോൺ എടുക്കാൻ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് എന്തായാലും ഉപകാരപ്പെടും.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ സർവീസ് സെൻ്ററിൽ നിന്ന് ഇതുപോലുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വ്യൂവേഴ്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ V40 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 5 മാസമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഒരു യൂസർ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക, ഞാനിത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഏതെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി. ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തും. താങ്ക് യു.